ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഫ്രീ സോണോ മെയിൻലാൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാറ്റഗറീസ് ഉണ്ട്. പ്രധാനപ്പെട്ട ലൈസൻസിന്റെ കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് പറയും. മെയിൻലാൻഡും ഫ്രീ സോണും ജുറിസ്ട്രിക്ഷൻസ് ആണ്, ലൈസൻസ് തരുന്ന ബോഡീസ് ആണ്. ഓക്കെ. അപ്പോ മെയിൻലാൻഡിലും ഫ്രീ സോണിലും തമ്മിൽ വ്യത്യാസങ്ങൾ വരുന്നത്. മെയിൻലാൻഡ് കൂടുതലും നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൻലാൻഡ് ലൈസൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക 99%. അല്ലാതെ കസ്റ്റമേഴ്സ് എല്ലാം വന്ന് കഴിക്കുന്ന സാധനമാണ്. അത് ഒരു ഫ്രീ സോണിൽ അത് പറ്റുന്നില്ല. ഫ്രീ സോൺ ലൈസൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉള്ളപ്പോഴായിരിക്കും നമ്മൾ ഫ്രീ സോൺ പ്രിഫർ. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഓഫീസ് വേണ്ടാത്തൊരു വ്യക്തി, അതായത് പുള്ളിക്ക് ഇവിടെ കമ്പനി മതി, ലൈസൻസ് മതി, പുള്ളിക്ക് വർക്ക് ഫ്രം ഹോമോ ഇല്ലെങ്കിൽ പുള്ളിക്ക് വർക്ക് ക്യാൻ ബി ഡൺ ഫ്രം എനി വേറെ രീതിയിലുള്ള മനുഷ്യനാണ്, ഓഫീസിന്റെ ആവശ്യം വരുന്നില്ല, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പുള്ളിക്ക് താല്പര്യമില്ല, ഒരു ഫ്രീ സോൺ ലൈസൻസ് കൊണ്ട് പുള്ളിക്ക് ചെയ്യാനാണ്. ഇൻവോയ്സ് ചെയ്ത് ക്ലയൻസിന് പ്രൊഡക്ട്സ് എത്തിച്ചു കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഫ്രീ സോൺ ലൈസൻസ് കറക്റ്റ് ആയിട്ട്. പിന്നെ എപ്പോഴും ധാരണ വെച്ചാലേ ഇപ്പൊ ഇവിടെ ലൈസൻസ് എടുക്കണമെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ആള് അറബി ആരുടെങ്കിലും ഇത് വേണമെന്നില്ല, അങ്ങനെ വല്ല ആവശ്യങ്ങളുണ്ടോ? യെസ്. സോ ഇറ്റ് യൂസ് ടു ബി ലൈക്ക് ദാറ്റ്. ഒരു കാലം വരെ 100% കമ്പനി ഓണർഷിപ്പ് നമുക്ക് കിട്ടില്ല, ലോക്കലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് മാറിയിട്ട് ഇപ്പൊ കുറെ അധികം നാളെ. അതായത് നമുക്ക് ലോക്കൽ ഇല്ലാതെ ഇവിടുത്തെ അറബി ഇല്ലാതെ നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും. ഉറപ്പായും ഒരു 100% ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡിംഗ് ആയിട്ട് ഒരാൾക്ക് ഇവിടെ കമ്പനി. ഇതിപ്പോ ദുബായ് മെയിൻലാൻഡിലാണോ അതോ ഫ്രീ സോണിന്റെ ഉള്ളിലാണോ ചെയ്യുന്നത്? എല്ലാ സ്ഥലത്തും പറ്റും. ചില മേഖലയിൽ മാത്രം പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ മേഖലകൾ, പിന്നെ ഓഡിറ്റ്, ഇങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അത് 1, 2, 3 ഇൻഡസ്ട്രീസേ ഉണ്ടാവുള്ളൂ. അല്ലാതെ എല്ലായിടത്തും 100% ഓണർഷിപ്പിൽ ചെയ്യാൻ.